നമുക്ക് ഇപ്പോൾ വീടിൻ്റെ വാസ്തുദോഷം സംഭവിച്ചു പോയി. അപ്പോൾ നമുക്ക് ലളിതമായിട്ടുള്ള ചില പരിപാടികൾ ചെയ്താലും അവിടുത്തെ ഒരു എനർജി ചേഞ്ച് ആകുന്നതും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതും നമുക്ക് സ്വയം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വരുത്തേണ്ടതായിട്ടുള്ള ചില വാസ്തു പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സൗത്ത് വെസ്റ്റ് ഭാഗത്ത്, വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ടാവുമല്ലോ. ബഹുഭൂരിപക്ഷം വീടുകളിലും 2 വിൻഡോ ഇവിടെ ഉണ്ടാവും. ഈ വിൻഡോയിൽ 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുക. സൗത്ത് വെസ്റ്റ് കോർണറിൽ വെസ്റ്റ് സൈഡിൽ 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുക. അപ്പോൾ നമുക്കതൊരു റെമഡിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചില വാസ്തു റെമഡികൾ കൊടുത്തുകൊണ്ട് നമ്മുടെ എനർജി ലെവൽ ഷിഫ്റ്റ് ചെയ്യുകയും നമ്മുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഞാനിത് ചെയ്യുന്നത്. അടുത്ത് സൗത്ത് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷൻ വിട്ടിട്ട് വെസ്റ്റിലേക്ക് വന്നു. വെസ്റ്റിലേക്ക് വരുമ്പോൾ വെസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു 7 റോഡിൻ്റെ വിൻഡ് ചെയിൻ സ്ഥാപിക്കാം. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ടാവുകയോ ഈ ഭാഗത്ത് നമുക്കൊരു മിസ്സിങ് ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥാപിക്കാം. ഇത് ഞാൻ വീടിനെ കറക്റ്റ് 9 തിരിച്ച് ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്തത് നോർത്ത് വെസ്റ്റ് ഭാഗം വന്നു. നോർത്ത് വെസ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തെ എൻഹാൻസ് ചെയ്യാനും ഇവിടുത്തെ ഗൃഹനാഥൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും ഒരു 6 റോഡ് വിൻചെയും നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണറിൽ സ്ഥാപിക്കാം. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ചില എലമെൻറ്റുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഓരോ ദിക്കുകളെയും എൻഹാൻസ് ചെയ്യുകയാണ്. അടുത്തത് നോർത്തിലേക്ക് വരുമ്പോൾ വീടിൻ്റെ ഔട്ട് സൈഡിൽ നോർത്തിൽ നമുക്ക് ഒരു മൂവിങ് വാട്ടർ കൊടുക്കാം. ഇത് ഓരോ ദിക്കുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗം നമുക്ക് വളരെ വൃത്തിയായിട്ട് അങ്ങ് സൂക്ഷിക്കാം. ഇവിടെ ഇപ്പം നിങ്ങൾ എലമെൻറ്റുകളൊന്നും കൊടുത്തില്ലെങ്കിലും കാര്യമില്ല. വൃത്തിയായി നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്തെ സൂക്ഷിക്കാം. ഈ ഭാഗത്ത് കാറ്റും വെളിച്ചവും തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള യാതൊരു നിർമ്മിതികളും നമുക്കിവിടെ വേണ്ട. അടുത്ത ഈസ്റ്റിലേക്ക് വരികയാണ്. ഈസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെക്കാം. അടുത്തത് സൗത്ത് ഈസ്റ്റ് കോർണറിലേക്ക് വരികയാണ്. അതായത് തെക്ക് കിഴക്കേ മൂലയിലേക്ക് വരും നമ്മുടെ അഗ്നിക്കോണിൽ നമുക്ക് ലക്കി ബാമ്പു പോലുള്ള പ്ലാന്റുകൾ വെക്കാം. അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ആണ്. സൗത്തിൽ നമുക്ക് സൗത്തിൻ്റെ ഔട്ട് സൈഡിൽ നമുക്കൊരു റെഡ് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ 8 ദിക്കുകളും എൻഹാൻസ് ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ടൈമുകളിൽ നമുക്ക് ഈ പറയപ്പെടുന്നതായിട്ടുള്ള ചില എലമെൻറ്റുകൾ ചില സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് ആ വർഷത്തെ അതിൻ്റെ ഒരു ആനുവൽ സ്റ്റാറിനെ കണക്കാക്കിയിട്ടാണ് അത് അത്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ കൂടി നമ്മളൊന്ന് പരിഗണിക്കേണ്ടി വരും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മളൊരു വീടുകളിൽ ചെയ്താൽ തന്നെ അവിടുത്തെ എനർജി ലെവലിൽ ഷിഫ്റ്റ് ആവുകയും നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. 2026 ഫെബ്രുവരി 4 മുതൽ 2027 ഫെബ്രുവരി 3 വരെയുള്ള ഒരു ചൈനീസ് ഇയർ കാലത്ത് വീടിൻ്റെ സൗത്ത് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം 5 എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാറാണ്. അതുകൊണ്ട് ഈ വർഷം സൗത്തിൽ നമുക്ക് റെഡ് ലൈറ്റ് പാടില്ല. ഇപ്പം ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത് എന്താണ്? സൗത്തിൽ ഒരു റെഡ് ലൈറ്റ് കൊടുക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു വർഷം അവിടെ ഒരു റെഡ് ലൈറ്റ് പാടില്ല. അങ്ങനെ ചില വർഷങ്ങളിൽ ചില ദിക്കുകളിൽ ഈ പറയപ്പെടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതിനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാലും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയി പ്രകാരം സാധിക്കുന്നതാണ്. നമുക്ക് ചില ടൂളുകൾ നോക്കാം. ഇത് ഒരു ക്രിസ്റ്റലിൻ്റെ പിരമിഡാണ്. ഇത് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യലാണ്. ഇത് നമുക്ക് കാർ പിരമിഡായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ ഈ ഒരു പിരമിഡ് നമുക്ക് ആ ഫ്രണ്ടിൽ ഡാഷിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റുകൾ കുറയ്ക്കാനും നല്ലൊരു പോസിറ്റീവ് എനർജി എപ്പോഴും വണ്ടിക്കുള്ളിൽ നിലനിർത്താനും ഈ പിരമിഡുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ ഇത് അമിത്തിസ്റ്റ് എന്ന് പറയുന്നൊരു പിരമിഡാണ്. ഇത് നമ്മുടെ ബെഡ്റൂമിലുള്ള നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനും ബെഡ്റൂമിനകത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഇത്തരം പിരമിഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനായിട്ട് നമുക്ക് പിരമിഡുകൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ അവിടുത്തെ എനർജി ചെക്ക് ചെയ്തിട്ട് അവിടെ സ്ഥാപിക്കുന്നത് ആ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും ഒരു ഹൈ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യാനും പിരമിഡുകൾ മൂലം സാധിക്കുന്നതാണ്. അടുത്തത് നമുക്കൊരു
ലാഫിൻ ബുദ്ധ നോക്കാം. ഒരുപാട് തരത്തിലുള്ള ലാഫിൻ ബുദ്ധകൾ ഉണ്ടെങ്കിലും ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള ലാഫിൻ ബുദ്ധ ആണ്. ഡ്രാഗൺ ടട്ടിൽ, ഡ്രാഗന്റെ ഹെഡ്, ടോർട്ടോയ്സിന്റെ ബോഡി, അതിന്റെ മുകളിൽ ലാഫിൻ ബുദ്ധ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രാഗൺ ടട്ടിൽ ലാഫിൻ ബുദ്ധ നിങ്ങളുടെ വീടിന്റെ നോർത്ത് ഭാഗത്ത്, സ്വീകരണമുറിയുടെ നോർത്ത് ഭാഗത്ത് വെക്കുന്നത് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും, സ്വീകരണമുറിയുടെ സൗത്ത് ഈസ്റ്റ് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും നല്ലൊരു ടൂളായിട്ട് ഫെങ് ഷുയിൽ കണക്കാക്കുന്നുണ്ട്.